ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BJ കോക്ടെയിൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഗപ്പികളിലെ രാജാക്കന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പ്ലാറ്റിന ബിഗ് ഇയർ എന്ന ഹൈബ്രിഡ് ബ്രീഡാണ്. ചിലവർ ഇതിനെ ഡംബോ ഇയർ എന്നും വിളിക്കും. ഇവരുടെ കളർ പാറ്റേൺ തന്നെയാണ് ഇവരെ സുന്ദരന്മാരാക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ബിഗ് ഇയറും പിന്നെ അവരുടെ പ്ലാറ്റിന ഒരു ബ്ലൂ കളർ കോമ്പിനേഷനുള്ളൊരു ഹെഡും ബോഡിയും പിന്നെ ടെയിലും അതിൻ്റെ ടെയിൽ ഫിന്നും എല്ലാം ഒരു ഓറഞ്ച് കളറും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇവരെ കാണുമ്പോൾ തന്നെ. ഈ ഒരു അപ്പർ സൈഡ് കൂടെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടുതൽ ഭംഗി. ഈ വീഡിയോയുടെ ഒരു അവസാന ഭാഗത്ത് അവരെ സൈഡ് വ്യൂവിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവർ ബ്രീഡാവും, പക്ഷേ നമ്മൾ ശരിക്ക് കെയർ ചെയ്യണമെന്ന് മാത്രം. ഈ ഒരേ ഫുഡ് കൊടുത്ത് ഇവരെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇവരുടെ കളർ അത്ര ഡാർക്കായി വരില്ല. അപ്പം അത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ദിവസം ഒരു 3 ടൈപ്പിലെ ഫുഡ് ഇവർക്ക് കൊടുക്കണം. അതായത് 3 നേരം കൊടുത്താൽ വളരെ നല്ലത്. സമയമുള്ളവർക്ക് 3 നേരം കൊടുക്കാം, അല്ലെങ്കിൽ 2 നേരം കൊടുത്താലും കുഴപ്പമില്ല. അമിതമാകല് എന്ന് മാത്രം. നമ്മളൊരു 3 ടൈപ്പിലെ ഫുഡ്, ഈ അർട്ടീമിയ ഫ്ലേക്സ് കിട്ടും, അല്ലെങ്കിൽ ഗപ്പി ഫുഡ് കിട്ടും. ഗപ്പി ഫുഡ് എന്ന് പറഞ്ഞാൽ SS പ്രോഡക്റ്റിൻ്റെ ഗപ്പി ഫുഡ് നല്ലതാണ്. അതായത് ഈ തരി പോലത്തെ. അപ്പോൾ ഇതുങ്ങൾക്ക് പെട്ടെന്ന് ദഹിച്ച് പോകാനും ഇതുങ്ങളുടെ ഒരു കളറ് ശരിക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ രീതി വെച്ച് നിങ്ങൾ ഫ്രണ്ട്സിന് പറയാം. അതായത് ഞാൻ ഡെയിലി വെള്ളം മാറ്റാറില്ല, അല്ലെങ്കിൽ ഞാൻ മന്ത്ലി പോലും മാറ്റാറില്ല. ഞാൻ ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ പോണ്ട് സെറ്റപ്പാണ് ഞാൻ എൻ്റെ ഈ അക്വേറിയം, അല്ലെങ്കിൽ ഞാനൊരു ബാസ്ക്കറ്റിലാണ് ഇതിനെ വളർത്തുന്നത്. അതായത് നമ്മൾ ഈ വഴിയിലൊക്കെ വെച്ച് കിട്ടുന്ന ആ ടൈപ്പിലുള്ളൊരു ബാസ്ക്കറ്റിൽ. അപ്പം അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള പായലിടുന്നു, പിന്നെ ഫോക്സ് ടെയിൽ പ്ലാന്റ്സ് ഇടുന്നു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോഴേ നല്ല നല്ല കല്ലുകളിട്ട് ഇതങ്ങ് നിറച്ച് കഴിഞ്ഞിട്ടാണ് ഈ മീനുകളെ ഇതിൽ ഇറക്കി വിടുന്നത്. അപ്പം വെള്ളം നമ്മളിതിൽ നിറയ്ക്കുന്ന സമയത്ത് ഒരു 1 വീക്കോളം ഒരു വെള്ളം ഇതിൽ നിറച്ച് കഴിഞ്ഞ് അതിനുശേഷം വേണം മീനുകളെ ഇതിൽ ഇറക്കി വിടാൻ. എന്നാലേ ഈ മീനുകൾ ഹെൽത്തി അതിൽ നടക്കുകയുള്ളൂ. പിന്നെ ഇതിൽ ഈ ഫുഡ് വേസ്റ്റ് മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഫുഡ് വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട് ഒരു മണി പ്ലാന്റ് ഇതിൽ നടാൻ ശ്രമിക്കുക. ഇലകൾ വെളിയിൽ നിൽക്കുന്ന രീതിയിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഒരു മിതമായി ഇത് ഒഴിവായി കിട്ടും. അതായത് ഈ അമോണിയ ഇതിന് ഉണ്ടായി വരുന്നതെല്ലാം ഈ മണി പ്ലാന്റ് അതിൻ്റെ വേരുകളിലൂടെ വലിച്ചെടുത്തോളും. മീനുകൾ ഹെൽത്തിയായി തന്നെ ഇരിക്കും. പിന്നെ ഫോക്സ് ടെയിൽ പ്ലാന്റ് ഉള്ളത് അത് കാരണം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഇതുങ്ങൾ അതിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഒരു നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇതുങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ചിലവർക്ക് ഇതിനിഷ്ടം. ഇത് കണ്ടില്ലേ, ഇപ്പം ഈ രീതിയിലുള്ള സൈഡ് വ്യൂവും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ മെയിൻലി പോണ്ടിൽ കിടക്കുന്ന കാണാനാണ് ഇതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിനെ വളർത്തിയാൽ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കും. മൈൻഡ് റിലീഫ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്. അപ്പം ഇതുപോലുള്ള കാഴ്ചകൾക്കായി വീണ്ടും വിസിറ്റ് ചെയ്യുക.